വേദവിചാരമെന്ന ഈ പരമ്പരയിലെ മറ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ ഈ പ്രോഗ്രാമിലൂടെ അങ്ങ് സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമാണല്ലോ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയുടെ വചനം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളുടെ താഴ്വരകളിലും ആശ്വാസം പകരുന്നതും ഞങ്ങളെ നയിക്കുന്നതുമാകുന്ന വചനം ഇന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിക്കുന്ന ബലഹീന അടിയനെയും ഇത് കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുകയും നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഈ ശുശ്രൂഷ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, ജനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 8. ദൂതൻ അവളോട്, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എൻ്റെ യജമാനത്തിയായ സാറായുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് മറുപടി പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ പ്രയാസ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ആരും നമുക്ക് സഹായത്തിന് ഇല്ലാത്ത വരുന്ന സാഹചര്യങ്ങളിലൊക്കെയും നിരാശ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനമെടുത്ത് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അനേകരെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഒരുപക്ഷെ അത് ആത്മഹത്യയിൽ പോലും എത്തുന്ന സാഹചര്യങ്ങൾ, സ്നേഹിച്ചവരും ഉറ്റവരും കൈവിടുമ്പോൾ, ഒരു പ്രതീക്ഷയും മുമ്പിലില്ലാതിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നുള്ള ഭാരം അവരുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ, അത് ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതുന്ന അനേകരെ നമ്മുടെ ജീവിതയാത്രയിൽ നാം കണ്ടുമുട്ടാറുണ്ട്. ഇപ്രകാരം ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ ഓടിപ്പോകുന്ന സംഭവമാണ് ഇവിടെ നാം തിരുവചനത്തിൽ വായിക്കുന്നത്. ഈ സ്ത്രീ ആരാണ്? ഹാഗാർ എന്ന് വിളിക്കുന്ന ഒരു ദാസ്യ സ്ത്രീ, അബ്രാമിൻ്റെയും സാറായുടെയും ദാസിയായിരിക്കുന്ന ഹാഗാറാണ്. അവൾ നേരിട്ട ഒരു പ്രതിസന്ധിയിൽ നിന്ന് അവൾ ഓടിപ്പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നാം പരിശോധിക്കുമ്പോൾ, ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അവനെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുവാൻ അവനോട് പറയുന്നു. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞ് അബ്രഹാം യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയിൽ തൻ്റെ ഭാര്യയും തൻ്റെ സഹോദരൻ്റെ മകൻ ലോത്തും ആടുമാടുകളുമായിട്ട് യാത്ര ആരംഭിക്കുകയാണ്. മക്കളില്ല, വാർദ്ധക്യം അദ്ദേഹത്തിന് കടന്നു വന്നിരിക്കുന്നത്. 75 വയസ്സ് പ്രായമുള്ളപ്പോൾ ആണ് ദൈവശബ്ദം കേട്ട് അവൻ ഈ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ യാത്ര അവർ മുമ്പോട്ട് പോയി. എന്നാൽ അവരൊരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ നിന്ന് മിസ്രൈമിലേക്ക് പോകുവാൻ വരൾച്ച ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ മിസ്രൈമിലേക്ക് പോവുകയാണ്. അവിടെ നമുക്കറിയാം, അവിടേക്ക് പോയി അവൾ സാറായെ സഹോദരിയാണ് എന്ന് പറയുന്നു. അവിടെ നിന്നും അവരെ അത് മനസ്സിലാക്കി അവിടെ നിന്ന് അവർ മടങ്ങി പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് ലഭിച്ച ഒരു ദാസിയാണ് ഹാഗാർ. അപ്പോൾ ഹാഗാർ മിസ്രൈമിൽ അബ്രാമും സാറായും കടന്നു പോകുമ്പോൾ സഹായത്തിനായിട്ട് അവരോടൊപ്പം കൂടിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ അബ്രാമിനോട് ചേർന്ന് മുമ്പോട്ട് പോവുകയാണ്. അബ്രാമിനെയും സാറായെയും പരിചരിക്കുന്ന ആ ജോലി അവളെ സംബന്ധിച്ചോളം അവളുടെ ബന്ധുമിത്രാദികളോ ചർച്ചക്കാരോ ആരും തന്നെ അവൾക്കില്ല. അവൾക്ക് ആകെ കൂടി പരിചയമുള്ളതും അല്ലെങ്കിൽ ഒരു ബന്ധമുള്ളതുമായത് അബ്രാമും സാറായുമാണ്. അങ്ങനെ നാം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മക്കളില്ലാതിരിക്കുന്ന അബ്രാമും സാറായും ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച്
ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരുടെ മുമ്പിലുണ്ടെങ്കിലും പ്രായം മുമ്പോട്ട് പോവുകയാണ്. ഒരു കുഞ്ഞുണ്ടാകുവാനുള്ള സാധ്യതകൾ കുറഞ്ഞ് വരുന്ന ഒരു സാഹചര്യം, ഒരുപക്ഷെ കുഞ്ഞുണ്ടാകാനുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ ആ പ്രായം സാറായി കടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അബ്രാമിലൂടെ ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ തക്കവണ്ണം സാറായി പറയുന്നതനുസരിച്ച് നാം 16-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ വായിക്കുകയാണ്, സാറായി അബ്രാമിനോട്, ഇതാ യഹോവ എനിക്ക് പ്രസവം തടഞ്ഞിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് അങ്ങൻ എൻ്റെ ദാസിയെ പ്രാപിച്ചാലും ഒരു പക്ഷേ അവളിലൂടെ എനിക്ക് മക്കളെ ലഭിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. അപ്പോൾ സാറായി പറഞ്ഞ ഈ കാര്യം അബ്രാം അനുസരിച്ച് ആ ദാസ്യസ്ത്രീയെ ഹാഗാറിനെ അവൻ സ്വീകരിക്കുകയാണ് ഭാര്യയായി. നാം വായിക്കുന്നു, അബ്രാം കനാൻ ദേശത്ത് താമസം ആരംഭിച്ച് 10 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയായ സാറായി മിസ്രൈമ്യ ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു. അവൻ ഹാഗാറിനെ പ്രാപിച്ചു, അവൾ ഗർഭം ധരിച്ചു. അങ്ങനെ ദാസിയായിരിക്കുന്ന ഹാഗാറിലൂടെ ഒരു മകനെ ലഭിക്കുവാൻ തക്കവണ്ണം അവരുടെ ആഗ്രഹം അവിടെ സഫലീകരിക്കുകയാണ്. അപ്പോൾ നാം അവിടെ വായിച്ചു 2-ാം വാക്യത്തിൽ, സാറായി അബ്രാമിനോട്, ഇതാ യഹോവ എനിക്ക് പ്രസവം തടഞ്ഞിരിക്കുന്നുവല്ലോ. അപ്പോൾ എനിക്ക് മക്കളില്ലാതിരിക്കുവാനുള്ള കാരണം ദൈവമാണ്. ദൈവം പ്രസവം തടഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് മക്കൾ ഉണ്ടാകുന്നില്ല, ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ അതിനൊരു പോംവഴിയായിട്ടാണ് ഹാഗാറിനെ അബ്രാമിന് ഭാര്യയായി നൽകി അവനിലൂടെ ഒരു കുഞ്ഞ് ഉണ്ടാകുവാൻ അവർ ആഗ്രഹിക്കുന്നത്. ആ കാര്യം സഫലീകരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് കരുതി സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു ആലോചന, ഒരു പ്രവർത്തനം നാം ഇവിടെ കാണുകയാണ്. ഇതൊക്കെയും പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാറുള്ളതാണ്. പലപ്പോഴും അല്ലെങ്കിൽ പലതവണ പല വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഫലം ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നാം പല കാര്യങ്ങളും ചെയ്ത് അത് അനുഗ്രഹമാണ് എന്ന് കരുതി നാം മുമ്പോട്ട് പോകുമ്പോൾ ഈ സംഭവം നമുക്ക് ഒരു ചൂണ്ടുപലകയാണ്. വാസ്തവത്തിൽ മാനുഷികമായി നോക്കുമ്പോൾ ഒരു കുഞ്ഞ് അവർക്ക് ലഭിക്കുകയാണ്. വാർദ്ധക്യത്തിലായിരിക്കുന്ന അവരുടെ ഇത് നിലനിർത്തുവാൻ അല്ലെങ്കിൽ തലമുറകളെ നിലനിർത്തുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞ് അവർക്ക് ലഭിക്കുകയാണ്. പക്ഷേ അവിടെ പ്രശ്നം ആരംഭിക്കുന്നു എന്ന് 4-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്. അവൻ ഹാഗാറിനെ പ്രാപിച്ചു, അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭിണിയായിരിക്കുന്നു എന്നറിഞ്ഞതു മുതൽ അവൾ തൻ്റെ യജമാനത്തിയോട് നിന്ദയോടെ പെരുമാറി. ഗർഭം ധരിച്ചതേ ഉള്ളൂ, ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഹാഗാർ ഇവിടെ സാറായിയോട് നിന്ദമായി പെരുമാറി എന്ന് നാം അവിടെ കാണുകയാണ്. ഒരു അടിമ സ്ത്രീയായ അല്ലെങ്കിൽ ഒരു ദാസിയായ ഹാഗാർ, അവൾക്ക് ലഭിച്ച ആ പദവി, അത് ഒരു കുഞ്ഞ് അബ്രാമിലൂടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ യജമാനത്തിയോട് നിന്ദയായി പെരുമാറുന്നു എന്ന് നമ്മുടെ വായിക്കുകയാണ്. തുടർന്ന് നാം വായിക്കുകയാണ്, അപ്പോൾ സാറായി അബ്രാമിനോട്, ഞാൻ സഹിക്കുന്ന ഈ അന്യായത്തിന് നീയാണ് ഉത്തരവാദി. എൻ്റെ ദാസിയെ ഞാൻ നിൻ്റെ മാറിടത്തിലേക്ക് തന്നു. എന്നാൽ താൻ ഗർഭിണിയാണെന്നവൾ അറിഞ്ഞതു മുതൽ ഞാൻ അവളുടെ കണ്ണുകൾക്ക് നിന്ദയായിരിക്കുന്നു. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സാറായി അബ്രാമിനോട് പറയാണ്, നീ ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ, നീ മൂലം ഗർഭം ധരിച്ച ഈ സ്ത്രീ ആ കുഞ്ഞുണ്ടായി അല്ലെങ്കിൽ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞതു മുതൽ എന്നോട് നിന്ദയായിട്ട് പെരുമാറുകയാണ്, അതുകൊണ്ട് നീയാണ് ഇതിൻ്റെ ഉത്തരവാദി. അബ്രാം വലിയ ധർമ്മസങ്കടത്തിലായി. കാരണം അബ്രാമിനോട് സാറായി പറഞ്ഞ ഉപദേശം അനുസരിച്ച് മാത്രമല്ല, അബ്രാമിന് ഭാര്യയായി ഹാഗാറിനെ നൽകുന്നു എന്നുകൂടെ നാം അവിടെ വായിച്ചു. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം പലപ്പോഴും മറ്റുള്ളവരിലേക്ക് നാം വിരൽ ചൂണ്ടും. ഇത് ഇന്ന ആൾ മൂലമാണ് ഇത് സംഭവിച്ചത്, മറ്റാരെങ്കിലും ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കഷ്ടതയിലായിരിക്കുന്നത്. എപ്പോഴും ഒരു പ്രശ്നത്തിൻ്റെ മുഖത്ത് അതിൻ്റെ കാരണം മറ്റുള്ളവരിലേക്ക് ചൂണ്ടുവാൻ അന്നും ഇന്നും മനുഷ്യൻ ശ്രമിക്കുകയാണ്. സ്വയം ഒന്ന് പരിശോധിക്കുവാൻ, ഇതെവിടെയാണ് ഇത് ആരംഭിച്ചത്, എന്തുകൊണ്ടാണ് ഇത് ആരംഭിച്ചത് എന്ന് സ്വയമായി ചിന്തിക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ ഒന്ന് നോക്കുവാൻ കഴിയാതെ മറ്റുള്ളവരിലേക്ക് പഴിചാരുന്ന ഒരു സ്വഭാവം
അന്നും ഇന്നും ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. എന്നിട്ട് നാം വായിക്കുകയാണ്, അബ്രഹാം സാറായിയോട്, ഇതാ നിൻ്റെ ദാസി നിൻ്റെ കൈകളിൽ തന്നെ ഇരിക്കുന്നു, നിനക്കിഷ്ടമുള്ള രീതിയിൽ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് ക്രൂരമായി പെരുമാറുവാൻ തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. അപ്പോൾ സാറായി അതുവരെയും അപ്രകാരം ഒരുപക്ഷെ ഇടപെട്ടുകയില്ല. കാരണം അവളും അബ്രഹാമിൻ്റെ ഭാര്യയാണ്, ഭാര്യയായിട്ട് കൊടുത്തു എന്നാണ് നമ്മുടെ വായിക്കുന്നത്. ഹാഗാറും അബ്രഹാമിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് സാറായിക്ക് ഹാഗാറിനെ ദ്രോഹിക്കുവാൻ അബ്രഹാമിൻ്റെ സമ്മതമില്ലാതെ സാധ്യമല്ല. അപ്പോൾ അബ്രഹാം സമ്മതിച്ചു, നിൻ്റെ കയ്യിൽ തന്നെ നിൻ്റെ ദാസി ഇരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൾ ക്രൂരമായി ഹാഗാറിനോട് ഇടപെടുന്നതായിട്ട് നാം അവിടെ വായിക്കുകയാണ്. അത് സഹിക്കാൻ മേലാതെ അവൾ അവിടം വിട്ട് ഓടിപ്പോവുകയാണ്. ഹാഗാറിനെ സംബന്ധിച്ചോളം അവൾക്ക് ആരുമില്ല, അവളുടെ ഏക ആശ്രയം അബ്രഹാമും സാറായും മാത്രമാണ്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ അവൾക്ക് മുമ്പോട്ട് പോകാൻ മാർഗമില്ലാതിരിക്കുമ്പോൾ ആ ഒരു വലിയ പ്രതിസന്ധിയിൽ ആ ഭവനം വിട്ട് അവൾ ഓടിപ്പോകുന്നതായിട്ട് നാം കാണുകയാണ്. അടുത്ത തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നാം വായിക്കുന്നു, യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ശൂരന് പോകുന്ന വഴിയരികെ ഒരു നീരുറവയുടെ അടുക്കൽ വെച്ച് അവളെ കണ്ടു. അപ്പോൾ ഇവൾ അവിടെ നിന്ന് ഓടിപ്പോയി. അവൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഗർഭിണിയാണ്. അവളൊരു നീരുറവയുടെ അടുത്തെത്തുകയാണ്. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ വന്ന് അവളോട് പറയുന്നു, ദൂതൻ അവളോട്, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, നീ എവിടേക്ക് പോകുന്നു? രണ്ട് ചോദ്യമാണ്. നീ എവിടെ നിന്നാണ് വരുന്നത്, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇത് ദൂതൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, അവൾ തന്നെ ഒന്ന് ചിന്തിക്കുവാൻ. എവിടെ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നീ ആരുടെ കൂടെ ആയിരുന്നു, ഏത് ഭവനത്തിലായിരുന്നു, അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് മാത്രമല്ല, ഇതിന് കാരണം എന്താണ്. അതായത് സാറായിയെ അവൾ നിന്ദിക്കാൻ തുടങ്ങിയതാണ് ഈ പ്രശ്നത്തിൻ്റെ ആരംഭം എന്നവളെ മനസ്സിലാക്കുവാൻ തൊക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതൻ അവളോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു? രണ്ടാമതവളോട് ചോദിക്കുകയാണ്, നീ എവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവൾ ആ ഭവനത്തിൽ നിന്നിറങ്ങി ഓടി. പക്ഷെ ഒരു ലക്ഷ്യം അവൾക്കില്ല. ലക്ഷ്യമില്ലാതെ ഇറങ്ങിത്തിരിച്ച ഹാഗാറിനോട്, എവിടേക്ക് പോകണമെന്നറിയാതെ ഇറങ്ങിത്തിരിച്ച ഹാഗാറിനോട് ദൈവത്തിൻ്റെ ദൂതൻ ചോദിക്കുകയാണ്, നീ എവിടേക്ക് പോകുന്നു? അതിനവൾക്ക് മറുപടിയില്ല. കാരണം അടുത്ത വാക്യം നാം വായിക്കുകയാണ്, ഞാൻ എൻ്റെ യജമാനത്തിയായ സാറായുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. എൻ്റെ യജമാനത്തിയായ, അപ്പോൾ നീ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി അവൾ പറയുകയാണ്, ഞാൻ എൻ്റെ യജമാനത്തിയായ സാറായുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. രണ്ടാമത്തെ ചോദ്യത്തിന് അവൾ മറുപടി നൽകുന്നില്ല. കാരണം അവൾക്ക് മറുപടിയില്ല. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ദൂതൻ അവളോട് പറയുകയാണ്, നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ ചുമതല, ഉത്തരവാദിത്വം, അവൾ ദാസിയാണ്. യജമാനൻ അന്നത്തെ കാലയളവിൽ യജമാനനും യജമാനത്തിയും പറയുന്നത് അനുസരിക്കുവാൻ കടപ്പെട്ടവളാണ്. അപ്പോൾ അവളോട് പറയുകയാണ്, നിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് നീ മടങ്ങിപ്പോകുക, നിൻ്റെ യജമാനത്തിയായ സാറായുടെ അടുക്കിലേക്ക് നീ മടങ്ങിപ്പോകുക. അവളൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കുവാൻ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് പലപ്പോഴും നാം ചെയ്യുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ആരംഭം എന്താണ്, ഞാനാണോ ആ പ്രശ്നത്തിന് കാരണം എന്ന് ചിന്തിക്കുകയില്ല. മറ്റുള്ളവർ അല്ലെങ്കിൽ യജമാനത്തിയായ സാറായി അവളോട് ക്രൂരമായി ഇടപെട്ടു, അത് ശരിയാണ്. പക്ഷേ ക്രൂരമായി ഇടപെടുവാനുള്ള കാരണം എന്താണ്? അവൾ യജമാനത്തിയായ സാറായോട് നിന്നയായി പെരുമാറിയതാണ് ഇതിൻ്റെയൊക്കെ ഈ പ്രശ്നത്തിൻ്റെ ആരംഭം എന്ന് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. ഇന്ന് ഈ സംഭവം നടന്ന് ഏതാണ്ട് 4000 വർഷങ്ങൾ കഴിയുമ്പോഴും ഈ പ്രശ്നം ഇന്നും തുടരുകയാണ്. നമുക്കറിയാം. കാരണം ഹാഗാറിലൂടെ ജനിച്ച ഇസ്മായേലും സാറായിലൂടെ ജനിച്ച ഇസഹാക്കും അവരുടെ സന്തതികൾ തമ്മിലുള്ള ശത്രുതയാണ് ഇന്ന് ഇസ്രയേൽ മക്കളും അറബി ജനവും തമ്മിൽ നടക്കുന്ന പ്രശ്നത്തിൻ്റെ ആരംഭം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതാരംഭിച്ചത് ഒരു ഭവനത്തിൽ ദാസിയായിരുന്ന ഹാഗാർ യജമാനത്തിയായ സാറായോട് നിന്നമായി പെരുമാറിയത് ആ തുടക്കമാണ് ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നാം ഇവിടെ വായിക്കുകയാണ്, ദൂതൻ അവളോട് പറയുന്നു, അപ്പോൾ യഹോവയുടെ ദൂതൻ അവളോട്, നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങി
ജീവിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിൻ്റെ സന്തതിയെ എണ്ണുവാൻ കഴിയാത്ത വിധം അത്യധികമായി വർദ്ധിപ്പിക്കും. ഹാഗാറിനോടൊരു വലിയ വാഗ്ദത്തം ദൈവത്തിൻ്റെ ദൂതൻ കൊടുക്കുകയാണ്. കാരണം ഹാഗാറിലൂടെ ഉണ്ടാകുവാൻ പോകുന്ന ഈ കുഞ്ഞ് അബ്രാമിൻ്റെ സന്തതിയാണ്. അപ്പോൾ അബ്രാമിനൊരു വാഗ്ദത്തം ദൈവം കൊടുത്തിട്ടുണ്ട്. നിൻ്റെ സന്തതിയിലൂടെ ഒരു വലിയ ബഹുജനതയെ ഞാൻ ഉണർത്തും. നാം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ നാമം ശ്രേഷ്ഠമാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ അബ്രാമിനൊരു വാഗ്ദത്തം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്തം ആണ് ഇവിടെ അബ്രാമിലൂടെ ജനിക്കുവാൻ പോകുന്ന ഹാഗാറിൻ്റെ മകനും ലഭിക്കുവാൻ, അല്ലെങ്കിൽ ഹാഗാറിനും ലഭിക്കുന്നത്. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിൻ്റെ സന്തതിയെ എണ്ണുവാൻ കഴിയാത്ത വിധം അത്യധികമായി വർദ്ധിപ്പിക്കും. യഹോവയുടെ ദൂതൻ വീണ്ടും അവളോട്, നീ ഗർഭിണിയാകുന്നുവല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിൻ്റെ സങ്കടം കേട്ടിരിക്കുന്നത് കൊണ്ട് അവന് ഇശ്മായേൽ എന്ന് പേര് വിളിക്കണം. അപ്പോൾ ആ ഹാഗാറിനുണ്ടാകുവാൻ പോകുന്ന കുഞ്ഞിന് പോലും ഒരു പേര് ദൂതൻ പറയുകയാണ്. അപ്പോൾ ആ അബ്രാമിലൂടെ ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ ഹാഗാറിലൂടെ ഉണ്ടാകുവാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതൽ നാം മനസ്സിലാക്കുക. അത് ദാസ്യസ്ത്രീ ആണ് എങ്കിൽ പോലും ഇത് അബ്രാമിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിന് ഒരു പേര്, അവന് ഇസ്മായേൽ എന്ന് പേര് വിളിക്കണം, ഒരു പേര് നൽകുകയാണ്. ഇസ്മായേലിലൂടെയാണ് ഈ ജനത, അറബി ജനത തലമുറകൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയുന്നു. എന്നിട്ട് നാം വായിക്കുന്ന, അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും, അവൻ്റെ കൈ എല്ലാവർക്കും എതിരായിരിക്കും, എല്ലാവരുടെയും കൈ അവനും എതിരായിരിക്കും, അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരായി പാർക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇസ്മായേൽ തൻ്റെ സഹോദരൻ, പിന്നീട് അബ്രാമിന് ഉണ്ടാകുവാൻ പോകുന്ന മകൻ, അത് ശത്രുതയായി അവിടെ ആരംഭം കുറിക്കുകയാണ്. ആ ശത്രുത്വമാണ് ഇന്നും വലിയ യുദ്ധങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് തിരുവചനത്തിലൂടെ വായിക്കുവാൻ, പഠിക്കുവാൻ നമുക്ക് കഴിയുകയാണ്. അപ്പോൾ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരുന്ന് ദൈവം തൻ്റെ സമയത്ത് പ്രവർത്തിക്കുന്നതുവരെയും ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് പകരം മനുഷ്യബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച അബ്രാമിൻ്റെയും സാറായുടെയും ജീവിതത്തിലെ ഒരു വലിയ ഒരു സംഭവം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരു വലിയ കറുത്ത പൊട്ട് എന്ന് പറയുവാൻ തക്കവണ്ണം ഈ സംഭവം മുഖാന്തരമായി തീരുകയാണ്. അന്നു മുതൽ ആരംഭിച്ച ശത്രുത്വം ഇന്നും ലോകാവസാനത്തോളവും അത് തുടരും എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതോടൊപ്പം തന്നെ ദൈവം ഓരോ സൃഷ്ടിയെയും എത്രയധികം കരുതുന്നു എന്നുകൂടി ഇതിലൂടെ നാം മനസ്സിലാക്കുക. ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച ഹാഗാറിനെ ദൈവത്തിൻ്റെ ദൂതൻ കാണുകയാണ്. നീരുറവയുടെ അടുക്കൽ അവളെ കാണുക മാത്രമല്ല, അവളെ ആശ്വസിപ്പിച്ച് അവൾക്ക് ഒരു വാഗ്ദത്തം കൊടുത്ത് അവൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനൊരു പേര് നൽകുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണുവാൻ തൊക്കണം കഴിയും. അപ്പോൾ ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ആത്മാവിനെയും കുറിച്ച് ദൈവത്തിന് വലിയ കരുതലുണ്ട് എന്നുകൂടി നാം ഇതിലൂടെ മനസ്സിലാക്കുക. അപ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരുമില്ല എന്ന് കരുതി, അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നവരുടെ സ്നേഹം തീർന്നുപോയി, ഇന്ന് ഞാൻ ഏറെ നിന്ദിതനായിരിക്കുന്നു എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ദൈവം മറ്റാരെക്കാൾ ഉപരിയായി നമ്മെ ഓരോരുത്തരെയും അറിയുന്നു, നമ്മുടെ അവസ്ഥ അറിയുന്നു, നാം നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നു എന്നിതിലൂടെ നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. ഒരു ദാസി അന്നത്തെ കാലയളവിൽ നമുക്കറിയാം, ദാസിക്ക് ഒരു വിലയുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അവൾക്ക് വലിയ വിലയാണ്. അവൾക്കുണ്ടാകുവാൻ പോകുന്ന ആ കുഞ്ഞിന് പേര് നൽകി അവനിലൂടെ ഒരു വലിയ ജനതയുണ്ടാകുമെന്നും വലിയ വാഗ്ദത്വവും അവൾക്ക് നൽകുന്നതായിട്ട് തിരുവചനത്തിലൂടെ നമുക്ക് വായിക്കുവാൻ തൊക്കണം കഴിയും. അപ്പോൾ വീണ്ടും നാം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്, ദാസിയുടെ മകനെയും ഞാൻ ഒരു ജനതയാക്കി തീർക്കും, എന്തെന്നാൽ അവനും നിൻ്റെ സന്തതിയാണല്ലോ. എന്നാൽ ദൈവം അബ്രാമിനോട് അരുളി ചെയ്തു,
ബാലൻ്റെയും ദാസിയുടെയും കാര്യത്തിൽ നീ വ്യാകുലപ്പെടരുത്. സാറ നിന്നോട് പറയുന്നു നോക്കി നീ ശ്രദ്ധയോടെ കേൾക്കുക. എന്തെന്നാൽ ഇസ്ഹാക്കിൽ നിന്നാണല്ലോ നിൻ്റെ സാക്ഷാൽ സന്തതി എന്നറിയപ്പെടുവാൻ പോകുന്നത്. ദാസിയുടെ മകനെയും ഞാൻ ഒരു വലിയ ജനത ആക്കി തീർക്കും. എന്തെന്നാൽ അവനും നിൻ്റെ സന്തതിയാണല്ലോ. അപ്പോൾ ഈ ഇസ്മായേൽ ജനിച്ചു, വർഷങ്ങൾ കഴിഞ്ഞുപോയി. സാറായിലൂടെ ദൈവം അബ്രാമിന് ഒരു മകനെ നൽകിയാണ്. ആ മകൻ ഉണ്ടായിക്കഴിയുമ്പോൾ, ഇസ്ഹാക്ക് ഉണ്ടായിക്കഴിയുമ്പോൾ നാം വീണ്ടും വായിക്കുകയാണ് 21 അധ്യായത്തിന് 9 വാക്യം. അബ്രാമിന് മിസ്രൈമിയ ദാസിയായ ഹാഗാറിൽ ജനിച്ച മകൻ പരിഹസിക്കുന്നത് സാറ കണ്ടിട്ട് അവൾ അബ്രാമിനോട്, ഈ ദാസിയെയും അവളുടെ മകനെയും പുറത്താക്കുക. ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രാമിന് സങ്കടം. അപ്പോൾ ഇസ്മായേൽ വളർന്നു. അവന് ഏതാണ്ട് 14 വയസ്സാകുമ്പോൾ ഇപ്രകാരം ഒരു സംഭവം ഉണ്ടാകുകയാണ്. അവർ തമ്മിൽ പരിഹസിക്കുന്ന, കളിയാക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ പരിഹസിക്കുന്നു എന്ന് നമ്മുടെ വായിച്ചു. അപ്പോൾ അവിടെ നാം വായിക്കുകയാണ് 12 വാക്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അബ്രാമിനോട് പറയുന്നു, ദൈവം അബ്രാമിനോട് അരുളി ചെയ്തു, ബാലൻ്റെയും ദാസിയുടെയും കാര്യത്തിൽ നീ വ്യാകുലപ്പെടരുത്. സാറ നിന്നോട് പറയുന്നോക്കി നീ ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ സാറ എന്ത് എന്നോട് പറയുന്നു നീ അത് കേൾക്കുക. മുമ്പ് നാം മനസ്സിലാക്കുക, അബ്രഹാം സാറായോട് പറഞ്ഞു, ദാസി നിൻ്റെ കരങ്ങളിലുണ്ടല്ലോ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അബ്രഹാമിനോട് ദൈവമാണ് പറയുന്നത്, സാറായി പറയുന്നത് നീ അനുസരിക്കുക. ഇത് രണ്ടും വലിയ വ്യത്യാസമാണുള്ളത്. ജീവിതത്തിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തോട് ആരായാതെ ഭാര്യയോട് പറയുകയാണ്, നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യുക. മറിച്ച് മകൻ വളർന്നു, ഇസ്മായേൽ വളർന്നു, ഇസ്ഹാക്ക് ജനിച്ചു. അവിടെ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ തീർച്ചയായും അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. കാരണം അവനൊരു വലിയ പ്രയാസത്തിലായി. നാം അത് 11 വാക്യത്തിൽ വായിക്കുകയാണ് 21 അധ്യായത്തിൻ്റെ. തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രാഹാമിന് സങ്കടമായി. അപ്പോൾ ഇതിനു മുമ്പ് ആ സംഭവം നടക്കുമ്പോൾ ഇസ്മായേൽ ജനിച്ചിട്ടില്ല, മകനെ അബ്രഹാം കണ്ടിട്ടില്ല. എന്നാൽ ഇസ്മായേൽ വളർന്ന് ഏതാണ്ട് 14 വയസ്സാകുമ്പോൾ വലിയ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ, ഏറ്റവും സങ്കടമാകുന്ന ഒരു സാഹചര്യത്തിൽ അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അപ്പോൾ ദൈവം അവന് മറുപടി നൽകിയാണ്, ബാലൻ്റെയും ദാസിയുടെയും കാര്യത്തിൽ നീ വ്യാകുലപ്പെടരുത്. സാറ നിന്നോട് പറയുന്നോക്കി നീ ശ്രദ്ധയോടെ കേൾക്കുക. എന്തെന്നാൽ ഇസ്ഹാക്കിൽ നിന്നുള്ളവരാണല്ലോ നിൻ്റെ സാക്ഷാൽ സന്തതി എന്നറിയപ്പെടുവാൻ പോകുന്നത്. ദാസിയുടെ മകനെയും ഞാനൊരു ജനതയാക്കി തീർക്കും. എന്തെന്നാൽ അവനും നിൻ്റെ സന്തതിയാണല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രാം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുകയാണ്. 14 വാക്യത്തിൽ നാം വായിക്കുന്നു, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തിട്ട് അവളെയും കുട്ടിയെയും പറഞ്ഞയച്ചു. അവൾ അവിടെ വിട്ടുപോയി ബെർശേബ മരുഭൂമിയിൽ അലഞ്ഞ് നടന്നു. അപ്പോൾ വീണ്ടും അവളെ പുറത്താക്കുകയാണ്. അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തിട്ട് അവളെയും കുട്ടിയെയും പറഞ്ഞയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 1-2 നേരത്തെ ഭക്ഷണവും വെള്ളവും മാത്രം നൽകിക്കൊണ്ട് അവളെയും മകനെയും അവിടെ നിന്ന് ഇറക്കി വിടുന്നതായിട്ട് നാം കാണുകയാണ്. വെള്ളം അവൾ തീർന്നു കഴിയുമ്പോൾ മരുഭൂമിയിലാണ്, വെള്ളം കുടിക്കുവാൻ യാതൊരു മാർഗ്ഗമില്ല. 15 വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ ബാലനെ ഒരു കുറ്റിച്ചെടിയുടെ കീഴിലാക്കി, കുട്ടി മരിക്കുന്നത് ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെതിരെ ഒരമ്പിൻപാട് അകലമിരുന്ന് അവൾ ഉറക്കെ കരഞ്ഞു. അവൾക്ക് ഒരു പ്രതീക്ഷയുമില്ല, മരുഭൂമിയിലാണ്, ഭക്ഷിക്കുവാൻ അപ്പമില്ല, കയ്യിലിരുന്ന വെള്ളം തീർന്നു, മരുഭൂമിയിൽ വെള്ളം ലഭിക്കുവാൻ യാതൊരു മാർഗവുമില്ല. കുഞ്ഞു മരിക്കും, അവളും മരിക്കും, യാതൊരു സംശയവുമില്ല. അവൾക്ക് മറ്റൊരു മാർഗവുമില്ലാതെ അവൾ കരയുകയാണ്, ഉറക്കെ കരയുകയാണ്. നാം വായിച്ചു, അവൾ ഒരമ്പിൻപാട് അകലെ ഇരുന്ന് അവൾ ഉറക്കെ കരഞ്ഞു. അവളായിരിക്കുന്ന പ്രതിസന്ധിയിൽ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അവളെ ഇറക്കി വിട്ടിരിക്കുന്ന മറ്റാരുമല്ല, സാറായല്ല. തിരികെ പോകുവാൻ സാധ്യമല്ല. നാം അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചവളോട്, ഹാഗാറെ നീ എന്തിനു വിഷമിക്കുന്നു? ഭയപ്പെടേണ്ട, ബാലനായിരിക്കുന്നിടത്ത് ദൈവം അവൻ്റെ നിലവിളി
കേട്ടിരിക്കുന്നു. നീ എഴുന്നേറ്റ് ബാലനെ നിൻ്റെ കൈകളാൽ താങ്ങി എഴുന്നേൽപ്പിക്കുക, ഞാൻ അവനെ ഒരു വലിയ ജനതയാക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവളോട് പറയുകയാണ്, ഞാൻ അവനിലൂടെ ഒരു വലിയ ജനതയുണ്ടാക്കും, നീ ഭയപ്പെടേണ്ട. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച, മരണം മുമ്പിൽ കണ്ടുകൊണ്ട് നിമിഷങ്ങൾ ചെലവഴിച്ച ഹാഗാറിന് മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. പക്ഷെ നമ്മെ അറിയുന്ന ദൈവം, നാം ഏത് സാഹചര്യത്തിലും നമ്മെ കരുതുന്ന ദൈവം കൂടിയാണ്. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, അവൻ്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അവനെ ഒരു വലിയ ജനതയാക്കും. എന്നിട്ട് 19 വാക്യത്തിൽ നിന്ന് വായിക്കുകയാണ്, ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു, അവളൊരു നീരുറവ കണ്ടു. അവൾ നീരുറവയുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്, പക്ഷെ അവൾക്കത് കാണുവാൻ കഴിയുന്നില്ല. പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ്. അതിനുള്ള പ്രതിവിധി തൊട്ടടുത്തുണ്ടെങ്കിലും അത് കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു, അവൾ ആ നീരുറവ കണ്ടു എന്ന് നാം വായിക്കുകയാണ്. 25 അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ അത് 18 വാക്യത്തിൽ നാം വായിക്കുകയാണ്, അവൻ്റെ പിൻഗാമികൾ അശ്ശൂരിലേക്ക് പോകുന്ന വഴിയിൽ ഹവീല മുതൽ ഇസ്രയേൽ ദേശം വരെ ശൂർ ദേശത്ത് പാർപ്പിച്ചു. അവൻ തൻ്റെ സകല സഹോദരന്മാരുടെയും അതിർത്തിയിൽ പാർത്തു. അതായത് 16 വാക്യത്തിൽ തങ്ങളുടെ ഗ്രാമങ്ങളും പാളയങ്ങളും അനുസരിച്ച് ഇസ്മായേലിൻ്റെ പുത്രന്മാരായ 12 പ്രഭുക്കന്മാരുണ്ടായിരുന്നു. ഇസ്മായേലിലൂടെ 12 പ്രഭുക്കന്മാർ, ഇസ്ഹാക്കിലൂടെ 12 ഗോത്രങ്ങൾ വാഗ്ദത്ത മക്കളായി അബ്രാഹാമിന് ലഭിച്ചുവെങ്കിൽ ഇവിടെ ഇസ്മായേലിലൂടെയും അപ്രകാരം അവർക്ക് ലഭിക്കുന്നതായിട്ട് നാം കാണുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ കാണുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ അനുഗ്രഹം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.